ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അമ്മ ആനന്ദവല്ലി ഒരവസരത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. മകൻ വളരെ കഠിനാധ്വാനിയും ബുദ്ധിമാനുമാണ്. ഇതുവരെയുള്ള നേട്ടങ്ങളെല്ലാം മകൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതാണ്. നല്ല ഫാമിലി മാനാണ് രാജീവ്. കുടുംബാംഗങ്ങളോടെല്ലാം അടുപ്പവും സ്നേഹവും സൂക്ഷിക്കുന്നു. നല്ല കുടുംബസ്ഥനാകാതെ ഈ വിജയങ്ങളൊന്നും ഒരു വ്യക്തിക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ അമ്മയുടെ കണക്കുകൂട്ടലുകൾ ശരിയാണ്. നല്ലൊരു കുടുംബസ്ഥനായതുകൊണ്ട് തന്നെയാണ് പല അവസരങ്ങളിലും ഒരു നല്ല വ്യക്തിയായി പെരുമാറാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുന്നത്. മറ്റു പല രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല. അദ്ദേഹത്തിന്റെ പെരുമാറ്റം മികവിനെ കുറിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പൊതുസമൂഹങ്ങളിൽ ഒക്കെ രാഷ്ട്രീയ ഭേദമെന്നെ പലരും ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. മകന്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്ന അഭിമാനിക്കുന്ന ഒരമ്മ, ആ അമ്മ വളർത്തിയ മകൻ എവിടെ ചെന്നാലും നല്ല രീതിയിൽ മാത്രമേ പൊതുസമൂഹത്തിനോട് ഇടപഴകാൻ പറ്റൂ എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അച്ഛന്റെ ജോലി സംബന്ധമായ യാത്രകൾ ചെയ്ത് താമസിച്ച് ജീവിച്ചു എങ്കിലും സ്വന്തം നാടിനോട് വല്ലാത്ത സ്നേഹമാണ് അദ്ദേഹത്തിന്. നാട്ടിലെത്തുമ്പോൾ തറവാട്ടിൽ സഹായങ്ങൾ ചോദിച്ചു വരുന്നവരോട് സ്നേഹമുള്ള ആ മനോഭാവത്തെക്കുറിച്ച് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ രാഷ്ട്രീയ രംഗത്തും മറ്റ് നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ചില ചെറിയ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട സംഭവങ്ങൾ. വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് പള്ളിയിൽ തിരുനാളിന് അതിഥിയായി എത്തിയതാണ് രാജീവ് ചന്ദ്രശേഖർ. അന്ന് അദ്ദേഹം പ്രകടിപ്പിച്ച ലാളിത്യം മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. പള്ളിയങ്കണത്തിൽ നടത്തിയ തിരുനാൾ ആഘോഷത്തിന് സ്ഥലത്തെ MP കൂടിയായ ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നു. അപ്രതീക്ഷിതമായി കനത്ത മഴ വന്നു. മഴ പെയ്തപ്പോൾ എല്ലാവരും കുട നിവർത്തി. തരൂർ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തു? സഹായികളെ കൊണ്ടാണ് കുട പിടിപ്പിച്ചത്. അതേസമയം തൊട്ടടുത്ത് തന്നെ ആരെയും ആശ്രയിക്കാതെ സ്വയം കുടയും പിടിച്ചിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ ഒരു മനോഹര ചിത്രമാണ്. ഒരു കുട പോലും പിടിക്കാൻ സഹായിയെ വെച്ച തരൂർ ശതകോടീശ്വരനായ രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു ലാളിത്യം കണ്ടു പഠിക്കൂ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകൾ വന്നത്. മൈക്ക് ഓപ്പറേറ്ററെ തെറി വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും സഹ MLA കഴുത എന്ന് വിളിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ഒക്കെ കണ്ട കേരളം രാജീവ് ചന്ദ്രശേഖറിന്റെ മാനവികത മാതൃകയാക്കൂ എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത്. സ്വർണ്ണക്കൊള്ളക്കെതിരെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് അടുത്തിടെ BJP നടത്തിയ രാപ്പകൽ സമരത്തിനിടെ നമ്മളൊക്കെ കണ്ടതാണ് പ്രവർത്തകർക്കൊപ്പം അവരോടൊപ്പം മഴ നനഞ്ഞ് നിലത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ. അതും വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കേരളത്തിന് ആവശ്യം ഇതുപോലെയുള്ള മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന വ്യക്തികളെയാണ് എന്ന് മലയാളികളുടെ സമൂഹ മാധ്യമ വാളുകളിൽ സജീവ ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. മണ്ണിൽ ചവിട്ടി നിൽക്കാൻ പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെ വളർത്തിയ അച്ഛനും അമ്മയും അവർ എന്തു പഠിപ്പിച്ചോ അത് മറക്കാൻ ഒരു മക്കൾക്കും സാധിക്കില്ല. അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പെരുമാറ്റത്തിൽ നിന്ന് പൊതുസമൂഹം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത്. ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറമാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തിന്റെ ശൈലി പല രീതിയിലും വ്യത്യസ്തമാവാറുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് മീതെ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടിയുടെ ദേശീയ നേതൃത്വം. ആ പരീക്ഷണത്തിന്റെ ആദ്യ വേദിയായിരുന്നു അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം. പുതിയ കാലത്തിന്റെ രാഷ്ട്രീയക്കാരനിൽ പുത്തൻ വോട്ടർമാർ ഉൾപ്പെടെ അണിനിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതുമാണ്. പഠിച്ചതും സ്വപ്നം കണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് BJP രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് പലപ്പോഴും അനുഗ്രഹമാകുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവും IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ പ്രാപ്തമാക്കിയതും അതുതന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയിൽ എയർ കമാൻഡറായിരുന്ന MK ചന്ദ്രശേഖറിന്റെയും ആനന്ദവല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി 1964 അഹമ്മദാബാദിലാണ് രാജീവ് ജിയുടെ ജനനം. ന്യൂസ് ഡെസ്ക് കർമാനസ്.